എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള PSC എക്സാമുകളിൽ നമുക്ക് ഒന്നിച്ച് പഠിച്ചു മുന്നേറാം. ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിൻ്റെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് SCERT സീരീസിലേക്ക് സ്വാഗതം. ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 ഇതിലെ ആദ്യ ചാപ്റ്ററായിട്ടുള്ള ഒറ്റയുള്ളൊരു ജീവിയും എന്ന ചാപ്റ്ററാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഒറ്റയുള്ളൊരു ജീവിയും, അതായത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന പ്രധാന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ജീവികളുടെ ആഹാര രീതി, അതുപോലെ തന്നെ ആഹാര ശൃംഖലാജാലം, ജീവികൾ നിലനിൽപ്പിനായിട്ടുള്ള പരസ്പര ആശ്രയത്വം, അതുപോലെ കടലിലെ ആഹാര ശൃംഖല, അതുപോലെ ആഹാരബന്ധങ്ങളെ കുറിച്ചിട്ട്, പിന്നെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിലുള്ള പരസ്പര ആശ്രയത്വം, ആവാസ വ്യവസ്ഥ, അതുപോലെ ആഹാര ശൃംഖലാജാലം, പിന്നെ അതുപോലെ തന്നെ ആഹാര ശൃംഖലയെക്കുറിച്ച്, ആഹാര നിർമ്മാണം എങ്ങനെ സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച്, ആ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്തുണ്ടാകുന്ന വാതക വിനിമയത്തെക്കുറിച്ച്, അതിന് സഹായകമാവുന്ന വർണ്ണകത്തെക്കുറിച്ച്, സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന വർണ്ണകത്തെക്കുറിച്ച്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നോക്കുന്നത്. അതുപോലെ ആതിഥേയ സസ്യങ്ങളും അതിഥി സസ്യങ്ങളെ കുറിച്ചിട്ടും നമ്മളിത് ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ജീവി. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് ഒരു പൊന്മാൻ്റെ ചിത്രമാണ്. ഈ പൊന്മാൻ എന്ന് പറയുന്നത് നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. കാരണം മീൻ പിടിക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പൊന്മാൻ വാസസ്ഥലത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ആടിൻ്റെ പ്രധാന ആഹാരം എന്ന് പറയുമ്പോൾ സസ്യഭാഗങ്ങൾ, പ്ലാവില, പുല്ല് ഇവയെല്ലാമായിരിക്കും. അപ്പോൾ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങളുണ്ട്, ജീവികളുണ്ട്. അതെല്ലാം മാന്, മുയൽ, ആട്, അതുപോലെ തന്നെ പശു, ഇവയെല്ലാം സസ്യഭാഗങ്ങളാണ് ആഹാരമാക്കുന്നത്. ഇനി വാസസ്ഥലവും ആഹാരം തമ്മിലുള്ള ബന്ധമാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വയലിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കുളത്തിൽ ജീവിക്കുന്ന ഒരു വലിയ മീനുകളുടെയൊക്കെ ആഹാരം ചെറുമീനുകളായിരിക്കും. സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ വയലിൽ ഇപ്പോൾ പുൽച്ചാടി, അതുപോലെ തന്നെ തവള, ചെറുമീനുകൾ ഇവയെല്ലാം എന്ത് ചെയ്യും? പുല്ലാണ് ആഹാരമാക്കുന്നത്, സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. അങ്ങനെ ഓരോ ജീവിയും പല രീതിയിലായിരിക്കും ആഹാര രീതികൾ ഉണ്ടാവുക എല്ലാ ജീവികളുടെയും. അപ്പോൾ സസ്യത്തെ ആഹാരമാക്കുന്നത് ചെറുമീൻ, പുൽച്ചാടി, പുഴു ഇവയെല്ലാമായിരിക്കും. വലിയ മീനും തവളയും ചെറുമീനിനെയാണ് ആഹാരമാക്കുന്നത്. കൊക്ക് വലിയ മീനിനെയും തവളയെയുമാണ് ആഹാരമാക്കുന്നത്. അപ്പോൾ സസ്യത്തിനെ ആഹാരമാക്കുന്ന കുറേ അധികം ജീവികളുണ്ട്, മാന്, മുയൽ, പുൽച്ചാടി ഇവയെല്ലാം. അപ്പോൾ ഈ മാനിനെ ആഹാരമാക്കുന്നത് സിംഹം, മുയലിനെ ആഹാരമാക്കുന്നത് കടുവ, പുൽച്ചാടീനെ തവള ഇവയെല്ലാം ആഹാരമാക്കും. അപ്പോൾ ഇങ്ങനെ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. അപ്പോൾ ജീവികളുടെ ഈ പരസ്പര ബന്ധത്തിനെയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. ഇനി ഈ ശൃംഖലകൾ സമുദ്രത്തിലും കാണാം. സമുദ്രത്തിലുള്ള ജീവികളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലവകങ്ങൾ, കടലാമ, ചെറുമീനുകൾ, മത്തി, സ്രാവ്. ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് സമുദ്രത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. പ്ലവകങ്ങളെയുമാണ് ആഹാരമാക്കുന്നത്. പ്ലവകങ്ങളുടെ ഇംഗ്ലീഷ് മീനിങ് ആണ് പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞത്. കടലാമ ആഹാരമാക്കുന്നത് സസ്യഭാഗങ്ങൾ, മീനുകൾ ഇവയെല്ലാമാണ്. ചെറുമീനുകൾ ആഹാരമാക്കുന്നത് പ്ലവകങ്ങളെയാണ്. അപ്പോൾ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആ ഒരു ടേം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് ഇവ. സമുദ്രത്തിലെ ഉൽപാദകരാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി ആഹാരബന്ധങ്ങൾ എങ്ങനെയായിരിക്കും? നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുപാടും ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത ഘടകങ്ങളും ഉണ്ട്. ഇപ്പോൾ ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതെല്ലാമാണ്? സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു ഇവയെല്ലാം ജീവനില്ലാത്ത ഘടകങ്ങളാണ്. ജീവനുള്ളവ പാമ്പ്, തവള, പുൽച്ചാടി, കൊക്ക് ഇവയെല്ലാം ജീവനുള്ളവയാണ്. അപ്പോൾ ഇവയെല്ലാം പരസ്പരം ആഹാരത്തിനായിട്ടും ജീവിക്കാനായിട്ടും ആശ്രയിക്കുന്നു. ഇങ്ങനെയുള്ള പരസ്പര ആശ്രയത്വം നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയും.
അപ്പോൾ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടുണ്ട്. ഈ ചുറ്റുപാടിന് ആവാസം എന്ന് പറയുന്നു. പലതരത്തിലുള്ള ആവാസം നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് വയൽ, ജൈവ വൈവിധ്യോദ്യാനം, കടൽ, പുൽമേടുകൾ, മരുഭൂമി, മഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങൾ, ഇതെല്ലാം ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് ആഹാര ശൃംഖലയെക്കുറിച്ച്, ആഹാര ശൃംഖലാജാലത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ നമുക്ക് ആഹാര ശൃംഖല എന്ന് പറയുന്നത് ആഹാര ശൃംഖലാജാലത്തിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ്. അപ്പോൾ ആഹാരത്തിനായിട്ട് പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവികൾ കഴിയുക. ഇതിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഒരു ആഹാര ശൃംഖലാജാലത്തിൽ ഒരൊറ്റ ശ്രേണി നോക്കിയിട്ട് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് പല ശ്രേണികൾ കാണാൻ കഴിയും. അതായത് ഈ ഹരിതസസ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു ശ്രേണി നമുക്ക് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിനെ പുഴു കഴിക്കും, പുഴുവിനെ കോഴി കഴിക്കും, കോഴിയെ കുറുക്കൻ കഴിക്കും, കുറുക്കനെ കഴുകൻ കഴിക്കും. അപ്പോൾ ഇതൊരു ശ്രേണിയാണ്. അപ്പോൾ ഈ ഒരു ശ്രേണിയെ മാത്രമായിട്ട് ആഹാര ശൃംഖല എന്ന് പറയും. ഇനി ഈ ശ്രേണികളെല്ലാം കൂടിച്ചേർന്ന് പരസ്പര ബന്ധം, ആഹാരത്തിനായിട്ട് പരസ്പരം ബന്ധം പുലർത്തുന്ന ഒരു ജാലത്തിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത നമ്മൾ പ്രധാനമായിട്ട് നോക്കി വയ്ക്കേണ്ടത് ഹരിതസസ്യങ്ങളിലായിരിക്കും എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് ഹരിതസസ്യത്തിലായിരിക്കും. അതായത് ഒന്നാമത്തെ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും. ഇനി ഹരിതസസ്യങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ആഹാര നിർമ്മാണത്തിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം ഇവ ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. ഹരിതകത്തിൻ്റെ സഹായത്തോടെ, സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയൊക്കെയാണ് ആഹാരം നിർമ്മിക്കുന്നത്. ഈ ആഹാര നിർമ്മാണത്തിന് ശേഷം ഓക്സിജൻ പുറത്തുവിടുകയും ആണ് ചെയ്യുന്നത്. അപ്പോൾ ആഹാരം നിർമ്മിക്കാനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ആഹാര നിർമ്മാണത്തിന് ശേഷം ഓക്സിജൻ പുറത്തുവിടുന്നു. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ വാതക വിനിമയമാണ് ഇവിടെ നടക്കപ്പെടുന്നത്. അപ്പോൾ ഈ വാതക വിനിമയം നടക്കുന്നു. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ മാത്രമല്ല വാതകവിനിമയം നടക്കുന്നത്, സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട്. ആ ശ്വസനത്തിൻ്റെ സമയത്ത് മറ്റുള്ള ജീവികളിലെ, ജന്തുക്കളിലെ പോലെ തന്നെ ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തുവിടുന്നത് സ്റ്റൊമാറ്റ എന്ന ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് ഈ വാതകവിനിമയം നടക്കുന്നത്. അപ്പോൾ ഹരിതകം എന്നുള്ളൊരു വർണ്ണകത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹരിതകം കൂടാതെ സസ്യഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന പലതരത്തിലുള്ള വർണ്ണകങ്ങളുണ്ട്. ഒന്നാണ് ആന്തോസയാനിൻ, അത് ചുവപ്പ് നിറമാണ് സസ്യഭാഗങ്ങൾക്ക് നൽകുന്നത്. പിന്നെ കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നു. സാന്തോഫിൽ മഞ്ഞ നിറമാണ് നൽകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് വാതക വിനിമയം നടക്കുന്നത് സ്റ്റൊമാറ്റ എന്ന സൂക്ഷ്മ സുഷിരത്തിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റൊമാറ്റ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഇനി നമുക്ക് വാതക വിനിമയത്തിനെ കുറിച്ച് ഒന്നുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്തും രാത്രി സമയത്തും എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നത് നോക്കാം. പകൽ സമയത്ത് ശ്വസനവും സസ്യങ്ങളിൽ നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട്. രാത്രി സമയത്ത് ശ്വസനം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ശ്വസന സമയത്ത് എന്താണ് വാതകവിനിമയം നടക്കുന്നത്? ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. ശ്വസന സമയത്ത് ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഈ ഒരു പ്രക്രിയ മാത്രമാണ് രാത്രി സമയങ്ങളിൽ. അപ്പോൾ ശ്വസനം മാത്രമാണ് രാത്രി സമയങ്ങളിൽ നടക്കുന്നുള്ളൂ. പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ടാണ്. സൂര്യപ്രകാശത്തിൻ്റെ അഭാവത്തിൽ ഒരിക്കലും പ്രകാശ സംശ്ലേഷണം നടക്കുകയില്ല. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് ആതിഥേയനും അതിഥികളും എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് ഒരു മാവ്, ആ മാവിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറച്ച് സസ്യങ്ങളെ കാണാം. അതായത് വാസസ്ഥലത്തിനോ ഭക്ഷണത്തിനോ ആയിട്ട് ഒരു സ്വപോഷിയെ അല്ലെങ്കിൽ ഒരു ഹരിത സസ്യത്തെ ആശ്രയിക്കുന്ന കുറേ അധികം സസ്യങ്ങളുണ്ട്. അപ്പോൾ അവയ്ക്ക് ഓരോ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നും വായിക്കാം. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പോൾ ഇവിടെ ഹരിത സസ്യം അല്ലെങ്കിൽ സ്വപോഷി എന്ന് പറയുന്നത് മാവാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മരവാഴ എന്ന് പറയുന്നത് എപ്പിഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. കാരണം അവ വാസസ്ഥാനത്തിന് മാത്രമായിട്ടാണ് മറ്റുള്ള ചെടികളെ ആശ്രയിക്കുന്നത്. ഇനി ഇവിടെ ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം അവർ പറയുന്നു ഞാനും സ്വയം ആഹാരം നിർമ്മിക്കും, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ആഹാരം സ്വയമായി നിർമ്മിക്കുകയും ജലവും ലവണത്തിനും മാത്രമായിട്ട് ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തിനെയാണ് അർദ്ധപരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഇത്തിൽക്കണ്ണി,
അതുപോലെ തന്നെ ചന്ദനമരവും എന്താണ് അർദ്ധപരാഗ സസ്യങ്ങളാണ്. ഇനി അടുത്തത് ഞാൻ മൂടില്ലാത്ത ആളിയാണ്. ഞാൻ ആഹാരമൊന്നും നിർമ്മിക്കില്ല, പക്ഷേ എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഏത് ചെടിയിലാണോ ഞാൻ ജീവിക്കുന്നത് ആ ചെടിയിൽ എന്ത് ചെയ്യാണ് നിന്ന് ഞാൻ പോഷകഘടകങ്ങൾ മൊത്തമായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മൂടില്ലാത്താളി ഏത് വിഭാഗത്തിൽ പെടും? പൂർണ്ണപരാഗ സസ്യമാണ്. മൂടില്ലാത്താളി, റഫ്ലേഷ്യ എന്നിവ പൂർണ്ണപരാഗ സസ്യങ്ങളാണ്. അപ്പം നമുക്കറിയാം ഈ വേരുകളുടെ വിഭാഗങ്ങൾ. അപ്പോൾ ചെറിയ വേരുകൾ, മരവാഴയുടെ വേരുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മരവാഴയിൽ ചെറിയ വേരുകളുണ്ട്, അത് മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അതുപോലെ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മരവാഴ എന്ന് പറഞ്ഞ ഒരു എപ്പിഫൈറ്റാണ്. ഓർക്കിഡ് വിഭാഗത്തിലാണ് എപ്പിഫൈറ്റുകൾ മരവാഴ പെടുന്നത്. ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് മരവാഴ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും നമ്മൾ നോക്കിയതാണ് പൂർണ്ണപരാഗങ്ങൾ. അപ്പോൾ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് വിലയിരുത്താം എന്നുള്ള ഭാഗം നോക്കാം. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയല്ല, ഹരിതകം അടങ്ങിയിരിക്കുന്ന സസ്യങ്ങൾക്കെല്ലാം സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നു. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനാണെങ്കിലും ഹരിതകം അതിൽ അടങ്ങിയിരിക്കും. അതുപോലെ ചുവന്ന ചീര, അതെല്ലാം ആഹാരം സ്വയം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ്. ഇനി അടുത്തത്, ഈ ആഹാര ശൃംഖലാജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തവളകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ തവള ആഹാരമാക്കുന്ന പുൽച്ചാടി, കൊതുക് ഇവയെല്ലാം പെരുകാനിടയാകും. അവ എണ്ണത്തിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ തവളയെ ആഹാരമാക്കുന്ന പാമ്പിന് ഭക്ഷണം ലഭിക്കാതെ വരും. ഈ രണ്ട് പ്രശ്നങ്ങളാണ് വരുന്നത്. ഇത് മൊത്തം ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുകയും നമ്മുടെ പരിസ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ആഹാര ശൃംഖലാജാലത്തിൽ ഏതെങ്കിലും ഒരു കണ്ണി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കും. ഇനി നമുക്കറിയാം ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിച്ചതിന് ശേഷം പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പുറത്തുവിടുന്നു. അതുപോലെ ശ്വസന സമയത്ത് എന്താണ് നടക്കുന്നത്? ശ്വസന സമയത്ത് അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസനം നടത്തിയ ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്റർ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാൽ മതി. ഈ ചാപ്റ്ററിൻ്റെ നോട്ട് നിങ്ങൾ തയ്യാറാക്കി എഴുതിയെടുത്ത് പഠിക്കണം. അപ്പോൾ നമുക്കിനി വരും എക്സാമുകളിലൊക്കെ ഇത് ഉപകാരപ്രദമാവും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.